Miss via machine. Okay. This call is now being recorded. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് മോഡ്യൂളിലുള്ളത് ഈ ഒരു സൈക്കിൾസിന്റെ കേസാണ് നമുക്ക് നോക്കാനുള്ളത്. അത് 3 സൈക്കിൾസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. തെർമോഡൈനാമിക് സൈക്കിൾസ്. നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിനകത്ത് വേറെ കാര്യങ്ങളൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. പണ്ട് BME മുമ്പത്തെ നിങ്ങളുടെ പഴയ സ്കീമിനകത്തൊക്കെ ആയിരുന്നെങ്കിൽ തെർമോഡൈനാമിക്സിനെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് ഏതൊക്കെ പ്രോസസ്സാണ്, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, അതൊക്കെ നിങ്ങൾക്ക് +2 ലെവലിൽ പഠിക്കുന്നതാണ്. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? യെസ് സർ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് സിലബസിൽ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഞാൻ എന്തായാലും അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ സിലബസിൽ ഡയറക്റ്റ് ഫസ്റ്റ് തെർമോഡൈനാമിക് സൈക്കിൾ മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, എൻ്റെ അതിന്റെ നോട്ട്സ് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനപ്പോൾ എടുക്കുന്നില്ല, കാരണം സിലബസ് പ്രകാരം നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സിലബസിൻ്റെ അകത്ത് കുറേ ഉണ്ട് താനും. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ അത് അറിഞ്ഞിരുന്നാൽ മതി. അത് ചോദിക്കാനും ചാൻസ് ഇല്ല, ചോദിക്കുന്ന ചാൻസ് വളരെ കുറവാണ്, കാരണം സിലബസിൽ അത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, സിലബസിൽ മെൻഷൻ ചെയ്തേക്കുന്നത് തെർമോഡൈനാമിക് സൈക്കിൾ മുതലാണ് തുടങ്ങാൻ പറഞ്ഞേക്കുന്നത്. തെർമോഡൈനാമിക്സിനെ കുറിച്ച് അധികം പഠിക്കാൻ പറഞ്ഞിട്ടില്ല സിലബസിനകത്ത്. ഇപ്പോൾ തെർമോഡൈനാമിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. എന്താണ് തെർമോഡൈനാമിക്, എന്താണ് ഒരു സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, അവിടെ തൊട്ട് തുടങ്ങാറുണ്ട്. അതിനൊക്കെ തന്നെ പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ, അങ്ങനെ കുറേ ടേംസുകൾ വരുന്നുണ്ട്. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്ലേഷ്യസ് ഇൻഇക്വാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രോസസ്സുകൾ, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സൈക്കിൾസ് വരുന്നത്. അപ്പോൾ സൈക്കിൾസ് നമ്മൾ ഈ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനിയും. അപ്പോൾ ഏതൊക്കെ സൈക്കിളാണ് നമുക്ക് തെർമോഡൈനാമിക് സൈക്കിളിനകത്ത് 3 എണ്ണം വരുന്നുണ്ട്. ഓഡിബിൾ അല്ലേ? കറക്റ്റ് ക്ലിയർലി ഓഡിബിൾ അല്ലേ ഇതിനകത്ത്? ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് 3 സൈക്കിൾസ് ആണ്. ഒന്ന് കാർനോട്ട് സൈക്കിൾ, ദെൻ ഓട്ടോ സൈക്കിൾ, ദെൻ ഡീസൽ സൈക്കിൾ. ഈ 3 സൈക്കിളാണ് നിങ്ങൾക്ക് തെർമോഡൈനാമിക് സൈക്കിൾസിനകത്ത് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ വരുന്നുണ്ട് ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറഞ്ഞ സൈക്കിൾ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പോവാം, നിങ്ങൾ സിലബസിൽ അധികം മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ 3 സൈക്കിളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ അടക്കം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ 3 സൈക്കിൾസിന്റെ. ഈ കാർനോട്ട് സൈക്കിൾ നിങ്ങൾ +2 ലെവലിൽ പഠിച്ചതാണോ? +2 കാർനോട്ട് സൈക്കിൾസ് പഠിച്ചതാണോ? ഓക്കെ, ഓക്കെ. അപ്പോൾ കാർനോട്ട് സൈക്കിളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ സൈക്കിൾ എന്ന് പറയുന്നത് തിയററ്റിക്കൽ സൈക്കിളാണ്. അപ്പോൾ അത് ഒരു 100% എഫിഷ്യൻസി തരുന്ന ഒരു സൈക്കിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്തത് സാദി കാർനോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, ദ തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ കാർനോട്ട് സൈക്കിൾ ഇസ് കോൾഡ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, അതൊരു തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണ്. അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 100% എഫിഷ്യൻസി തരുന്നൊരു എഞ്ചിനാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 4 റിവേഴ്സിബിൾ പ്രോസസ്. ദാറ്റ് ഈസ് രണ്ട് ഐസോതെർമലും 2 അഡിയാബാറ്റിക് പ്രോസസ്സുകളുമാണ് നമുക്ക് കാർനോട്ട് സൈക്കിളിനകത്ത് ബേസിക്കലി വരുന്നത്. ഓക്കെ, 2 ഐസോതെർമൽ പ്രോസസ് ആൻഡ് 2 അഡിയാബാറ്റിക് പ്രോസസ്. എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്? വാട്ട് യു മീൻ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്? എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്? ഇത് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിച്ചു കേട്ടോ. ഞാൻ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വളരെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. സാദി കാർനോട്ട് എന്നുള്ള ഡയഗ്രാം വരച്ച് വെക്കരുത് കേട്ടോ. ഓക്കെ, ഈ ഡയഗ്രാം ഞാൻ വേറൊരു ഫിഗർ തരാം. ഇതിപ്പോൾ ജസ്റ്റ് ആ കാർനോട്ട് സൈക്കിൾ എന്താണെന്നുള്ളത് കാണിച്ചിരിക്കുന്നതാണ്. ഹലോ, അപ്പോൾ ബേസിക്കലി 4 റിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. 4 റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളാണ്, 4 റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളാണ് നമുക്ക് കാർനോട്ട് സൈക്കിളിനകത്ത് വരുന്നത്. ദാറ്റ് ഈസ് 2 of them are isothermal process and 2 of them are adiabatic process. What do you mean by an isothermal process? എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്? കോൺസ്റ്റന്റ് ആയിരിക്കും. അതെ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി നടത്തുന്ന പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ് എന്നുള്ള രീതിയിൽ പറയുക. Then what do you mean by an adiabatic process? What do you mean by an adiabatic process? അതെ, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാതെ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അഡിയാബാറ്റിക് പ്രോസസ്. സിസ്റ്റം ഈസ് നോട്ട് എക്സ്ചേഞ്ചിങ് എനി ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ്. സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട് ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാതെ നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ, 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ പറയുന്ന കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിളിന്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ബേസ്ഡ് അപ്പോൺ ദിസ് കാർനോട്ട് സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ എഞ്ചിൻ
ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ IC എഞ്ചിൻസ് പഠിച്ചതാണ്. ഫസ്റ്റ് മോഡിൽ തന്നെ വരുന്ന IC എഞ്ചിൻസ് പഠിച്ചതാണ്. IC എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി ഉള്ള എഞ്ചിനാണ്. ഞാൻ ആദ്യം പ്രാക്ടിക്കൽ കേസ് പറഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തിയറിറ്റിക്കൽ കേസ് പറയാൻ പോകുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. IC എഞ്ചിന്റെ വർക്കിംഗിന്റെ പോലെ വർക്കിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ ദിസ് സൈക്കിൾസ് ആണ് നമ്മൾ IC എഞ്ചിൻസ് വരുന്നത്. ബേസ്ഡ് അപ്പോൺ ദിസ് തിയറിറ്റിക്കൽ സൈക്കിൾ ആണ് നമ്മുടെ IC എഞ്ചിൻ വരുന്നത്. ഞാൻ പ്രാക്ടിക്കൽ കേസ് ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ പ്രാക്ടിക്കൽ കേസ് ഒന്ന് ആകുമ്പോൾ കുറച്ചുകൂടി ഈസി അല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രാക്ടിക്കൽ കേസ് പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും എന്ന് വെച്ചിട്ട് IC എഞ്ചിൻസിന്റെ വെച്ചിട്ട്. IC എഞ്ചിൻസ് ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തിയറട്ടിക്കൽ സൈക്കിളിലേക്ക് പോകുന്നത്. ഈ തിയറട്ടിക്കൽ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ IC എഞ്ചിൻസും CA എഞ്ചിൻസും SA എഞ്ചിൻസും CA എഞ്ചിൻസും എല്ലാ എഞ്ചിൻസും വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് അപ്പോൺ ദിസ് തിയറട്ടിക്കൽ സൈക്കിൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് സൈക്കിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർനോട്ട് സൈക്കിളിന്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് പോലെ ചിന്തിക്കുക. നമ്മളുടെ എഞ്ചിന്റെ കേസ് പോലെ തന്നെ ചിന്തിക്കുക. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രോസസ്സുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, പ്രസന്റേഷൻ വിസിബിൾ ആണല്ലോ? യെസ് സർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. ദിസ് ഇസ് ആ ഫസ്റ്റ് പോയിന്റ്. ഞാൻ ഈ റെഡ് കളറിലെ കർസർ കാണിച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നോക്കുക. വളരെ ഹൈ പ്രഷർ, ഹൈ ലോ വോളിയമാണ്. ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ, ലോ വോളിയം. ദിസ് ഇസ് അവർ സെക്കൻഡ് പോയിന്റ്. This is our third point. This is our fourth point. 4 പോയിന്റുകളാണ് ഉള്ളത്. ഈ ഓരോ പോയിന്റിലും നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് അല്ലേ? എന്താണ് ഈ പ്രോപ്പർട്ടീസ്? വാട്ട് യു മീൻ ബൈ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രഷർ, ടെമ്പറേച്ചർ എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ വെൻ വി ആർ ടേക്കിംഗ് എ പോയിന്റ്, സപ്പോസ് വി ആർ ടേക്കിംഗ് ദ പോയിന്റ് 1. When we take the point 1, there are 2 properties over here. That is pressure and temperature, pressure and volume. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷറും വോളിയമാണ്. ഓക്കെ, അപ്പോൾ പ്രഷറിന് ഒരു വാല്യൂ ഉണ്ട്, വോളിയത്തിന് ഒരു വാല്യൂ ഉണ്ട്. When we take the point 2, there also pressure is having a value and volume is also having a value. When we compare the point 1 and point 2, എന്താ സംഭവിക്കുന്നത്? point 1-ൽ പ്രഷർ വളരെ കൂടുതലാണ്, വോളിയം വളരെ കുറവാണ്. And when we move on to the point 2, the pressure is decreasing. അതായത് 1-ൽ നിന്ന് 2-ലേക്ക് മൂവ് ചെയ്തപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തു. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തായിരിക്കും, പ്രഷർ വളരെ ഹൈ. നമ്മളിപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മുകളിലാണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ പോയിന്റ് താഴെയാണെന്ന് വിചാരിക്കുക. താഴത്തെ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് കംപ്രസ് പിസ്റ്റൺ എന്ത് ചെയ്തു, TDCയിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള വിചാരിക്കാം. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്തു, താഴേക്ക് വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, പ്രഷർ കുറഞ്ഞു അല്ലേ? എക്സ്പാൻഷൻ കഴിയുമ്പോൾ പ്രഷർ കുറഞ്ഞു, വോളിയം എന്ത് ചെയ്യും, കൂടി. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇവിടെ ചിന്തിക്കുക, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു, 1 to 2 എന്ന് പറയുമ്പോൾ എന്ത് എക്സ്പാൻഷൻ ആണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ടുള്ള എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഈ ഒരു പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധാരണ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. പക്ഷെ ആ ടെമ്പറേച്ചർ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി നിർത്തി വേണം ഫസ്റ്റ് പ്രോസസ് നടത്താൻ. അപ്പൊ നമ്മൾ അവിടെ ഒരു ഡയാതെർമിക് വാൾ നമ്മൾ പ്ലേസ് ചെയ്യും. ഈ പിസ്റ്റൺ സിലിണ്ടറിന്റെ ചുറ്റും ഒരു ഡയാതെർമിക് വാൾ പ്ലേസ് ചെയ്യുന്നതാണ്. പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് ഡയാതെർമിക് വാൾ. അഡിയാബാറ്റിക് വാളിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ അല്ല, ഡയാതെർമിക് വാളിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അപ്പൊ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആകുന്നത് വഴി നമ്മൾ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് 1 to 2 പ്രോസസ് നടക്കുമ്പോൾ ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. പക്ഷേ അത് ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പുറത്തുനിന്ന് ഹീറ്റ് ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. അതാണ് 1 to 2 പ്രോസസ് നടക്കുന്നത്. അതായത് 1 to 2 പ്രോസസ്സിൽ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു,
temperature constant. That is why we say that it's an isothermal expansion process. Isothermal expansion process. Expansion ആണ് ഇത്. Isothermal expansion process. എക്സ്പാൻഷനിലെല്ലാം വോളിയം കൂടും, കംപ്രഷനിൽ വോളിയം കുറയും. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് 2 to 3. 2 to 3 ഈസ് എഗെയിൻ an expansion process. അപ്പൊ അവിടെയും എന്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ ഇതാണ്, വോളിയം ഇതാണ്. മൂന്നാമത്തെ പോയിന്റിലെ പ്രഷറിന് എന്ത് സംഭവിച്ചു? വീണ്ടും പ്രഷർ കുറഞ്ഞു. നിങ്ങൾ ഈ പോയിന്റ്സ് നോക്കുക. P2 ഈസ് ലോവർ ദാൻ P3. P3യുടെ വാല്യൂ കുറവല്ലേ? നമ്മളിപ്പം വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, അതായത് ടുവേർഡ്സ് എക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വോളിയത്തിന്റെ വാല്യൂ കൂടി വരുന്നു. അതിനൊക്കെ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രഷറിന്റെ വാല്യൂ കൂടി വരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ 2 to 3 പോയപ്പോൾ എന്താ സംഭവിച്ചത്? പ്രഷറിന്റെ വാല്യൂ എന്താ? രണ്ടാമത്തെ പോയിന്റിനെക്കാട്ടിലും കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് പ്രഷർ ഡിക്രീസ്ഡ് ആൻഡ് വോളിയം ഇൻക്രീസ്ഡ്. വോളിയം V2 നിന്നും വോളിയം ഇൻക്രീസ് ചെയ്തു. ബട്ട് വാട്ട് ഹാപ്പൻ ടു ടെമ്പറേച്ചർ? ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിന് ചേഞ്ചസ് വരുന്നില്ലേ? കാരണം എക്സ്പാൻഷൻ പ്രോസസ് ആണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ടെമ്പറേച്ചർ വെൻ ആൻ എക്സ്പാൻഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്? What happens to temperature when expansion process takes place? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തൊട്ട് മുന്നേ പറഞ്ഞതാണ്. വാട്ട് ഹാപ്പൻസ്? നോർമലി നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു എക്സ്പാൻഷൻ പ്രോസസ്സിനകത്ത് എന്ത് സംഭവിക്കുന്നേ? ടെമ്പറേച്ചർ കുറയും. ഓക്കെ, നമ്മൾ കംപ്രഷൻ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ പ്രഷർ കൂടും. എക്സ്പാൻഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കുറയും. അപ്പൊ ഇവിടെ നമ്മൾ വെച്ചു കൊടുക്കുന്ന കവർ എന്ന് പറയുന്നത് അഡയാബാറ്റിക് കവറാണ്. വാട്ട് ഡു യു മീൻ ബൈ അഡയാബാറ്റിക് കവർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ നേരത്തെ ഉണ്ടായിരുന്ന ഡയാതെർമിക് കവർ മൂവ് ചെയ്തിട്ട് ഒരു അഡയാബാറ്റിക് കവർ വെച്ച് കൊടുക്കും. അഡയാബാറ്റിക് കവർ വെക്കുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. ഓക്കെ, അതൊരു അഡയാബാറ്റിക് പ്രോസസ് ആണ്. അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള എക്സ്പാൻഷൻ നമ്മൾ കണ്ടു. ഒന്ന് ഡയാതെർമിക് കവർ വെച്ചിട്ടുള്ള ഐസോതെർമൽ എക്സ്പാൻഷൻ 1 to 2, ആൻഡ് അനദർ എക്സ്പാൻഷൻ ഈസ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് 2 to 3, which is അഡയാബാറ്റിക് എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് ഒരു അഡയാബാറ്റിക് കവർ വെച്ചിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ് ആണ് 2 to 3 നടക്കുന്നത്. അപ്പോൾ ഈ എക്സ്പാൻഷൻ പ്രോസസ്സുകളിലെല്ലാം പ്രഷർ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൂടാതെ വോളിയം കൂടി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചതിനകത്ത് ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 2 എന്ന് പറയുന്നത് പകുതി വരെ വരുന്നുള്ളൂ. 1 to 2, 2 to 3 ഇതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. ഓക്കെ, 1 to 3 ആണ് ടോട്ടൽ എക്സ്പാൻഷൻ. ശ്രദ്ധിച്ച് നോക്കുക, 1 to 3 ആണ് ടോട്ടൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. അതിൽ 1 to 2 എന്ന് പറയുന്ന ഒരു പകുതി മാത്രമേ ആകുന്നുള്ളൂ. ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന കവർ ഏതാണ്? ഡയാതെർമിക് കവർ ആണ്. അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഷൻ നടത്തുന്നത്. ദെൻ 2 to 3 ഈസ് ആൻ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് there is no exchange between heat exchange കൂടാതെ നടക്കുന്ന ഒരു പ്രോസസ്. there is no heat exchange with the system and the surrounding. So it is a process which is taking place without the exchange of heat. Adiabatic cover വെച്ചിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാതെ നടത്തുന്ന ഒരു പ്രോസസ്സാണ് 2 to 3 എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്പാൻഷൻ പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത്. അതായത് 1 to 3 ആണ് മൊത്തത്തിൽ വരുന്നത്. ദാറ്റ് ഈസ് 1 to 2 ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്. 2 to 3 ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് വിത്തൗട്ട് എനി ഹീറ്റ് എക്സ്ചേഞ്ച്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത പ്രോസസ്സ് വരുന്നത്, അടുത്ത തിരിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്രഷൻ പ്രോസസ്സാണ് വരുന്നത്. കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കുറയും, പ്രഷർ കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. കംപ്രഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. പക്ഷേ 3 to 4 പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്. നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ കംപ്രഷൻ നടക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ടെമ്പറേച്ചർ കൂടേണ്ടതാണെന്ന് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് റിമൂവ് ചെയ്യും. ഐസോതെർമൽ പ്രോസസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യും. സോ വിൽ ബി പ്ലേസിംഗ് എ ഡയാതെർമിക് കവർ ഇൻ ദ കേസ് ഓഫ് 3 to 4 പ്രോസസ്. ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. 3 to 4 ഈസ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ഇപ്പോൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? 3 to 4 ഈസ് ആൻ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്. കംപ്രഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ വോളിയത്തിന് എന്ത് സംഭവിച്ചു? വോളിയം ചേഞ്ച് ഫ്രം V3 to V4, അതായത് വോളിയം കുറഞ്ഞു. കണ്ടോ, വോളിയത്തിന്റെ വാല്യൂ കുറഞ്ഞു. ആൻഡ് വാട്ട് ഹാപ്പൻ ടു പ്രഷർ? പ്രഷർ ഇൻക്രീസ് ഫ്രം P3 to P4. പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സാണ്. നോർമലി കംപ്രഷനകത്ത് ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് കൂടിയില്ല? നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കി. ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റിമൂവ് ചെയ്ത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇവിടെ നമ്മളൊരു
ഡയാതെർമിക് കവർ വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് ഒരു ഡയാതെർമിക് കവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അത് ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ടാണ് 3 to 4 പ്രോസസ് നടക്കുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഇസ് 4 to 1. ലാസ്റ്റ് പ്രോസസ്, ലാസ്റ്റ് ഇതും ഒരു കംപ്രഷൻ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് അഡയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്. അതായത് നമ്മൾ 3 to 4 എന്ന് പറയുന്നത്, സപ്പോസ് 3 to 4 എന്ന് പറയുന്നത് 0.4 നമ്മൾ എവിടെ എടുത്തു, ഇവിടെ എവിടെയെങ്കിലും എടുത്തു വിചാരിക്കാം. 4 ഓക്കെ, 3 to 4, then 4 to 1. 4 to 1 എന്ന് പറയുമ്പോൾ എന്താണ്, വീണ്ടും ഒരു കംപ്രഷൻ പ്രോസസ്സാണ്. ഇത് അഡയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഇവിടെ അഡയാബാറ്റിക് കംപ്രഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പ്രഷർ കൂടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ P4-ൽ നിന്നും എന്തിലേക്ക് വന്നു, P1-ലേക്ക് വന്നു. ആ വോളിയത്തിൽ നിന്ന് സംഭവിച്ചു, V4-ൽ നിന്ന് V1 വന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. ടെമ്പറേച്ചർ, ആ കൂടുന്ന ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ അഡയാബാറ്റിക് കവർ ആയതുകൊണ്ട് ടെമ്പറേച്ചറിന് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയായാലും ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ കൂടുക തന്നെ ചെയ്യും. ഓക്കെ, അഡയാബാറ്റിക് കവർ ആയതുകൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആകില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സൈക്കിളിനകത്ത് പഠിക്കാനുള്ളത്. ഈ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരച്ച് പഠിക്കണം. മിക്കവരും നമുക്ക് എക്സാം പേപ്പറിനകത്തൊക്കെ വരച്ച് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വരച്ച് കാണും. ഇങ്ങനെയല്ല ഇതിന്റെ ഡയഗ്രാം വരുന്നത്. വ്യക്തമായിട്ട് വരച്ച് പഠിക്കണം. ആ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കണം. ഫസ്റ്റ് 1 to 2 expansion, 2 to 3 is expansion, 3 to 4 is compression, that is isothermal compression, then 4 to 1 is adiabatic compression. ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യുക. നമുക്ക് എവിടെയെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് 1 to 1 തുടങ്ങാം. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങി. എക്സ്പാൻഷൻ പ്രോസസ്സാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. നെയിമിങ് കുഴപ്പമില്ല, നമുക്ക് ആ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കണം. 1 to 2 is this one, 2 to 3 is this one, 3 to 4 is like this, 4 to 1 is like this. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊരു പാരലോഗ്രാം പോലെ വരച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ താഴേക്ക് വരയ്ക്കാൻ. ഞാൻ പെണ്ണുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത് കേട്ടോ. ഐ തിങ്ക് പെണ്ണുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഇതായിരിക്കണം ഷേപ്പ്. ഓക്കെ, കറക്റ്റ് ഇതേപോലെ തന്നെ വരണം. ദീസ് ആർ ദ പോയിന്റ്സ് 2, 3, 4. പ്രോസസ്സ് കറക്റ്റായിട്ട് കാണിക്കുക. ദിസ് ഇസ് ഫസ്റ്റ് പ്രോസസ് 1 to 2 is isothermal expansion where there is a diathermic cover and the temperature is constant. 2 to 3 is adiabatic expansion where there is an adiabatic cover and there is no heat exchange. 2 to 3 is without any heat exchange. And in this process, the pressure decreases from 1 to 2 and further decreases from 2 to 3, and volume increases from 1 to 2 and further increases from 2 to 3. And then 3 to 4 is an isothermal process. കാരണം ആദ്യം ഐസോതെർമൽ, പിന്നെ അഡയാബാറ്റിക്, പിന്നെ എന്താ വരത്തുള്ളൂ, ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് 3 to 4 is isothermal process. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. Here we will be having an diathermic cover. Diathermic cover ആണ് ഐസോതെർമലിനകത്ത്. ഹീറ്റ് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. Then 4 to 1 is again a compression process. പ്രഷർ വീണ്ടും കൂടുന്നു, വോളിയം വീണ്ടും കുറയുന്നു. ക്ലിയർ ആണല്ലോ? എക്സ്പാൻഷൻ പ്രോസസ് നടക്കുമ്പോൾ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. കംപ്രഷൻ പ്രോസസ് നടക്കുമ്പോൾ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. ക്ലിയർ ആണോ? വ്യക്തമാണോ? ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കുക. നമ്മളിത് ഇത് പിസ്റ്റൺ, നമ്മളെ സൈക്കിൾ പമ്പില്ലേ, നമ്മൾ സൈക്കിൾ പമ്പില് സൈക്കിളിനകത്ത് സൈക്കിളിന്റെ ടയറിൽ കാറ്റടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സിലിണ്ടറിനകത്തുള്ള ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് അറിയാൻ പറ്റും. അത് നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, സറൗണ്ടിങ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് അത് തണുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ ഒരു സംഭവം ചിന്തിച്ചാൽ മതി. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ പ്രൊവൈഡിങ് ഡയാതെർമൽ കവർ ആൻഡ് അഡയാബാറ്റിക് കവർ. അഡയാബാറ്റിക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെർമോസ് ഫ്ലാസ്കിന്റെ ഒരു കവറാണ്. തെർമോസ് ഫ്ലാസ്കിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഫ്ലാസ്കിനകത്ത് നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? അത് കുറെ നാള് ആ ചൂട് നിൽക്കത്തില്ലേ? എന്തുകൊണ്ടാണ്? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ
ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്തതുകൊണ്ടാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് അത്രയും ചൂട്. ടെമ്പറേച്ചറും ഹീറ്റും ഡിഫറൻ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ആണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് ഇസ് എ ഫോം ഓഫ് എനർജിയാണ്. എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി ട്രാൻസ്ഫർ പോസിബിൾ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ആണ്. അത് തമ്മിൽ എപ്പോഴും ഓർത്തിരിക്കുക. അത് എല്ലാവരും മാറിപ്പോവും. അത് ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ചൂട് തണുപ്പ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ആണ് ടെമ്പറേച്ചർ. ആൻഡ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജി നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു, എനർജി സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അഡിയാബാറ്റിക് കവർ വയ്ക്കുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ഇല്ല, ദാറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങളിത് കാർനോട്ട് സൈക്കിൾ ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടോ? ഡയഗ്രാം വരച്ചിട്ടുള്ളതല്ലേ? Yes, sir. ഇതാണ് വേറൊരു ഡയഗ്രാം. നമുക്ക് മറ്റേ ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, Yes, sir. എനിക്കിവിടെ പവർ സപ്ലൈ പോയി, അപ്പോൾ വൈഫൈ കണക്ഷൻ പോയി. ഫോണിന്റെ കണക്ഷൻ വെച്ചിട്ടാണ്, അത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള സംശയം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രോബ്ലം ഇല്ലല്ലോ? ഇല്ല സർ, ഓഡിബിൾ ആണ്. ഓക്കെ, പ്രസന്റേഷൻ കാണാമല്ലോ? Yes, sir. ഓക്കെ, അപ്പൊ ഇതാണ് വേറൊരു ഡയഗ്രാം കാർനോട്ട് സൈക്കിളിന്റെ. നിങ്ങൾക്ക് മറ്റത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിത് നോക്കണ്ട. പാരലൽ ലൈൻസ് പോലെയാണ് പോകുന്നത്. ഒരു പാരലൽ ലൈൻസ് ആണ്. പക്ഷേ എന്ത് ചെയ്യുന്ന കംപ്ലീറ്റ്ലി പാരലൽ അല്ല. നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ വരച്ചാൽ മതി. അതായത് ഈ ഒരു കർവ് ഇങ്ങനെ വരയ്ക്കുക, ഇതിങ്ങനെ ഒരു കർവ് ആയിട്ട് വരയ്ക്കുക. ലൈൻ സ്ട്രേറ്റ് ലൈൻ അല്ല വരുന്ന, കർവ്ഡ് ലൈൻസ് ആണ്. ഓക്കെ, ഇതും പാരലൽ ആയിരിക്കും. 1 to 2 3 to 4 പാരലൽ ആയിരിക്കും. ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. 2 to 3 and 1 to 4 ഷുഡ് ബി പാരലൽ. അപ്പൊ നമുക്ക് ഇവിടെ 1 to 2 എന്ന് പറയുമ്പോൾ എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. അവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നു, അതാണ് QH ആഡ് ചെയ്യുന്നു. ആഡിങ് ഹീറ്റ് ആഡ് ചെയ്യുന്നു, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നു. 1 to 2 പ്രോസസ് ഐസോതെർമൽ പ്രോസസ്, ഹീറ്റ് ആഡ് ചെയ്യുന്നു. 2 to 3 ഈസ് ഐസോതെർമൽ പ്രോസസ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. 2 to 3 is adiabatic process. 1 to 2 is isothermal process. 2 to 3 is adiabatic process. That is, there is no heat exchange. 2 to 3 നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല, കോൺസ്റ്റന്റ് ഹീറ്റ് ആണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകും. ദാറ്റ് ഈസ്, ദിസ് വിൽ ബി എ ഹയർ ടെമ്പറേച്ചർ, ദിസ് വിൽ ബി എ ലോവർ ടെമ്പറേച്ചർ. വൈ? ബിക്കോസ് ദിസ് ഇസ് എക്സ്പാൻഷൻ പ്രോസസ്. എക്സ്പാൻഷൻ പ്രോസസ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറയും. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമുക്ക് പിസ്റ്റണിനകത്ത്, നമ്മൾ സൈക്കിൾ പമ്പിനകത്ത് തന്നെ നമ്മൾ എക്സ്പാൻഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുക്കും. അതിനൊക്കെ നമ്മൾ ബലൂൺ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറയുമ്പോൾ അത് കംപ്രസ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്തുള്ള എയർ മൊത്തം പോയപ്പോൾ എക്സ്പാൻഷൻ എല്ലാം കഴിഞ്ഞ് അതെന്ത് ചെയ്തു, തണുത്തിരിക്കുന്നത് കാണാം. ആ ബലൂൺ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി, എക്സ്പാൻഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഇവിടെ ഒരു അഡിയാബാറ്റിക് കവർ ആയതുകൊണ്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ലോവർ ടെമ്പറേച്ചറിലാവും. Then compression process 3 to 4 is compression, that is isothermal compression. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ടുള്ള കംപ്രഷൻ ആണ്. കംപ്രഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടേണ്ടതാണ്, പക്ഷേ ഇവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ലിബറേറ്റ് ചെയ്ത് ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. The last process is 4 to 1 is again compression process, that is adiabatic compression, where there is no heat exchange and automatically temperature increases. പിന്നീട് കംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തേക്കുക, പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന, ആ ഒരു വോളിയം കൂടുന്നു. അത് പിസ്റ്റൺ സിലിണ്ടർ കേസിലാണ്. നമ്മൾ ബലൂണിന്റെ കേസിലൊക്കെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇത് എയർ റിലീസ് ചെയ്തിട്ട് വരുന്നതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് പറയുന്നത്. 1 to 2 ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്, 2 to 3 ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. നമ്മൾ ഈ അഡിയാബാറ്റിക്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക്കിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറയാറുണ്ട്.
What do you mean by an isentropic process? Anyone? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാമോ? Yes, sir. എന്താണ് ഒരു ഐസെൻട്രോപിക് പ്രോസസ്? ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അറിയില്ലെങ്കിൽ അറിയില്ല അറിയില്ല എന്ന് സർ. പറഞ്ഞുകൊടുക്കുക. ഓക്കെ, ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എൻട്രോപ്പി നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? വാട്ട് ഈസ് എൻട്രോപ്പി? ഡിഗ്രി ഓഫ് ഡിസോർഡർ. ആ അതെ, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്? എന്താണ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്? ടെമ്പറേച്ചർ കൂടുമ്പോ ആ കൈനറ്റിക് എനർജി കൂടുമ്പോ പാർട്ടിക്കിൾസ് അതെ, പാർട്ടിക്കിൾസ്. കറക്റ്റ്. പാർട്ടിക്കിൾസ് ആ വാക്കാണ് കിട്ടേണ്ടത്. അതായത് നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സോൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുന്നു. സോൾഡ് മെറ്റീരിയലിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് ആംസ് ഒക്കെയാണ്. അത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സോളിഡിനകത്ത്. ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസിന് അതിന് ഈസി ആയിട്ട് ഒരു വോളിയം മൊത്തത്തിൽ ഓക്യുപൈ ചെയ്യാൻ പറ്റുന്നു. ലിക്വിഡിന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പൊ അത് ആ മോളിക്യൂളിന്റെ മൂവ്മെന്റ്, അതിന്റെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് അത് എത്രത്തോളം ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്യാസ് എടുത്താൽ തന്നെ ഈ ഗ്യാസിനകത്തും ആ മൂവ്മെന്റ് വളരെ സ്ലോയിൽ നടക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ട്, വളരെ ഹൈ സ്പീഡിൽ നടക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ വൈബ്രേഷൻ, വൈബ്രേഷൻ. അപ്പൊ ഇതിനകത്തെല്ലാം നമുക്ക് അതിന് എന്ത് വേണം? എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രം അതിന്റെ ഡിസോർഡർനെസ് കൂടുകയുള്ളൂ. അല്ലേ? നമ്മളിപ്പോ ഒരു എനർജി ഗ്യാസ് എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ കൈനറ്റിക് എനർജി മോളിക്യൂൾസിന് എനർജി കിട്ടിയിട്ട് അത് എന്ത് ചെയ്യും? ഭയങ്കര അവിടെ കിടന്നു ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ അതിന്റെ എനർജി കൂടുതലാണ്. നമ്മുടെ ഹീറ്റ് എടുത്ത് വയ്ക്കുന്നു. പാത്രത്തിനകത്ത് ഏറ്റവും എങ്ങനെയാണ് പാത്രത്തിന്റെ ഏറ്റവും മുകളിലേക്ക് കണ്ടക്ഷൻ എന്നൊരു പ്രോസസ് അല്ലേ? ഈ കണ്ടക്ഷൻ എങ്ങനെ ഓരോ മോളിക്യൂൾ വരുമ്പോൾ അടുത്ത മോളിക്യൂളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അവർ വൈബ്രേറ്റ് ചെയ്യുന്നത്, അവർ തമ്മിൽ മാറ്റം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പൊസിഷൻ വരെ എത്തുന്നത്. അപ്പൊ അതാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനർജി റിമൂവ് ചെയ്യുമ്പോൾ ഡിസോർഡർനെസ് കുറയും. അതായത് ഡിസോർഡർനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലാസ് ഇരിക്കും, നിങ്ങൾ ഭയങ്കര ഹൈലി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക. നല്ല ഹൈ എനർജി ഉള്ള സ്റ്റുഡൻസിനല്ലേ ഹൈ വൈബ്രന്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, ഹൈലി എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നല്ല കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികൾ, കൊച്ചു കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടും വളരെ കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന കുട്ടികളുണ്ടാവും. അവരെന്തുകൊണ്ടാണ്? അവർക്ക് അത്രയും എനർജി ഉണ്ടായതുകൊണ്ടാണ് അവർ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത നമ്മൾ വളരെ ഫുഡൊന്നും കഴിച്ചില്ല, നമ്മൾ ടയേർഡായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അത്രയും ആക്റ്റീവ് ആകാൻ പറ്റും, പിന്നെ കുരുത്തക്കേട് കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? വി ആർ ടയേർഡ്, അതായത് എനർജി കുറവാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഹീറ്റ് കൂടുതലുണ്ടെങ്കിൽ, ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്, എനർജി കൂടുതലുണ്ടെങ്കിൽ എൻട്രോപ്പി കൂടുതലുണ്ടാകും. എനർജി കുറവാണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കുറവായിരിക്കും. ദെൻ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, അതായത് അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച് ഇല്ല, എനർജി എക്സ്ചേഞ്ച് നടക്കാതെ ഉള്ളൊരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ സിസ്റ്റം സറൗണ്ടിങ് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞു, എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കൂടും. ആ മോളിക്യൂൾസിന്റെ വൈബ്രേഷനും മൂവ്മെന്റും ഒക്കെ കൂടും. അവർക്ക് എനർജി കിട്ടി, അതുകൊണ്ട് നടക്കും അല്ലേ? അപ്പോൾ എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? വൈബ്രേഷൻ കുറയും. ഓക്കെ, ഇനി നമ്മൾ എനർജി കോൺസ്റ്റന്റ് അഡയാബാറ്റിക് കവർ വയ്ക്കുമ്പോൾ എന്താണ്? ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്, എനർജി ഇസ് കോൺസ്റ്റന്റ്. അതിനകത്ത് സിസ്റ്റത്തിനകത്ത് എനർജി എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ അഡയാബാറ്റിക് കവർ വെക്കുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സുകളെല്ലാം, റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സുകളെല്ലാം ഐസെൻട്രോപിക് പ്രോസസ്സുകൾ എന്ന് പറയും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സസ് ആർ ഐസെൻട്രോപിക് പ്രോസസ്. സോ അതാണ് നമ്മൾ ഒന്നാമത് 1 to 2 നേരത്തെ ഐസോതെർമൽ പ്രോസസ് പറഞ്ഞു, 2 to 3 നമ്മൾ അഡയാബാറ്റിക് പ്രോസസ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് വി ആർ കീപ്പിംഗ് ദ അഡയാബാറ്റിക് കവർ. അല്ലെങ്കിൽ ഇൻസുലേഷൻ വയ്ക്കുന്നു. ഇൻസുലേഷൻ വയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഐസെൻട്രോപിക് പ്രോസസ്, ബിക്കോസ് എൻട്രോപ്പി റിമെയിൻസ് അൺചേഞ്ച്. അതിന്റെ മോളിക്യൂൾസിന്റെ എനർജി, പാർട്ടിക്കിൾസിന്റെ എനർജി അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്, അതാണ് 2 to 3. So it can be also said as an adiabatic process. Also it can be mentioned as a isentropic. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. Adiabatic process എന്നും പറയാം. 2 to 3 can be mentioned as an adiabatic process or isentropic process. Adiabatic
ഓർ ഐസെൻട്രോപിക്. ഇപ്പോഴും നമ്മൾ കാർനോട്ട് സൈക്കിൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Then 3 to 4 is isothermal compression. 4 to 1 is again isentropic compression അല്ലെങ്കിൽ adiabatic compression. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും നമ്മൾ ആ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് 1 to 2 ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ടുള്ള എക്സ്പാൻഷൻ പ്രോസസ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ഇവിടെ കണ്ടോ ഹെഡ് ഓപ്പൺ ആണ്, ഇവിടുത്തെ സിലിണ്ടർ ഹെഡ് ഓപ്പൺ ആണ്. അത് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. QH ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. ഇനി രണ്ടാമത്തേനകത്ത് നോക്കുക, ഇവിടെ വന്നപ്പോൾ നോക്കുക 2 to 3 പ്രോസസ് ഈസ് അഗെയിൻ ആൻ എക്സ്പാൻഷൻ പ്രോസസ്. ഇറ്റ് ഈസ് ആൻ അഡയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് ദ ഇൻസുലേഷൻ അറ്റ് ദ ടോപ്പ്. ടോപ്പിൽ ഇൻസുലേഷൻ വന്നു, അപ്പോൾ അവിടെ എന്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നു, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഏത് കോൺസ്റ്റന്റ്, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ? അല്ല, ഐസെൻട്രോപിക് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നുള്ളപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അതായത് ഹീറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ മോളിക്യൂൾസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന എനർജി അതിനകത്ത് കീപ്പ് ചെയ്യുന്നു 2 to 3 പ്രോസസ്സ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇവിടെ കുറയും. അതുകൊണ്ടാണ് TH നിന്ന് TL ടെമ്പറേച്ചർ കുറഞ്ഞത്. ദെൻ അടുത്തത് 3 to 4 ഈസ് കംപ്രഷൻ പ്രോസസ്. എന്ത് ടൈപ്പ് കംപ്രഷൻ പ്രോസസ് ആണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ് പറയുന്നത്. സോറി, അറിയാതെ വരച്ചു പോയതാണ് കേട്ടോ. ഐസോതെർമൽ പ്രോസസ് കംപ്രഷൻ പ്രോസസ് ആണ് 3 to 4 പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഐസോതെർമൽ കംപ്രഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം അല്ലേ. അപ്പൊ TL ആണ്, നമ്മൾ TH നിന്ന് TL എത്തി, TH ആ TL തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ടാണ് വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി ലിബറേറ്റ് ചെയ്യുന്നു, എനർജി റിമൂവ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി എനർജി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രോപ്പി എന്ത് ചെയ്യും, കുറയും. ക്ലിയർ ആണല്ലോ, എൻട്രോപ്പി കുറയും. ദെൻ വീണ്ടും നമ്മൾ കംപ്രസ് ചെയ്യുന്നു. ദിസ് ഇസ് ആൻ അഡയാബാറ്റിക് കംപ്രഷൻ, അതായത് ഇൻസുലേഷൻ വയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കംപ്രഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ കൂടുന്നു. ഇൻസുലേഷൻ ഉണ്ടായതുകൊണ്ട് എൻട്രോപ്പിക്ക് ചേഞ്ച് ഉണ്ടാവും. എൻട്രോപ്പി വിൽ ബി കോൺസ്റ്റന്റ്. കാരണം മോളിക്യൂൾസിന് എനർജി വേറെ അഡീഷൻ ഒന്നും വരുന്നില്ല. എപ്പോഴാണ് എനർജി ആഡ് ചെയ്യുന്നത് അപ്പോഴാണ് എൻട്രോപ്പിക്ക് വ്യത്യാസം വരിക. എനർജി ആഡ് ചെയ്യണമെങ്കിൽ എൻട്രോപ്പി കൂടുന്നു, എനർജി റിമൂവ് ചെയ്യണമെങ്കിൽ എൻട്രോപ്പി കുറയുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, എക്സ്പാൻഷൻ വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അതിനകത്ത് ഇപ്പോൾ അഡയാബാറ്റിക് കവർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയും. ഇനി ഇൻസുലേഷൻ ഇല്ലാതെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസോതെർമൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, എക്സ്പാൻഷൻ ആകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. പ്രോസസ്സ് കാർനോട്ട് സൈക്കിൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊന്ന് 2 പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഒന്ന് എക്സ്പാൻഷനും ഒന്ന് കംപ്രഷൻ. എക്സ്പാൻഷനകത്ത് രണ്ടെണ്ണം നടക്കുന്നുണ്ട്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, അതിന്റെ പകുതി ഐസോതെർമൽ എക്സ്പാൻഷൻ, പകുതി അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അതേപോലെ തന്നെ കംപ്രഷനിലുണ്ടെണ്ണം ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ. ഈ ഐസോതെർമലിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കും. അഡയാബാറ്റിക് കവർ വെച്ചിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെയുള്ളതാണ് അഡയാബാറ്റിക്. ഓക്കെ, അപ്പൊ ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അഡയാബാറ്റിക്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെയുള്ളത്. ദെൻ എപ്പോഴൊക്കെ നമ്മൾ എനർജി ആഡ് ചെയ്യുന്നത്, ഐസോതെർമലിൽ നമുക്ക് എനർജി ആഡ് ചെയ്താൽ മാത്രമേ ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റുള്ളൂ അല്ലേ. എനർജി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ എനർജി ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എൻട്രോപ്പി കൂടും. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. എനർജി ആഡ് ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടും. അതിന്റെ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ കൂടും, മൂവ്മെന്റ് കൂടും, മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി അച്ചീവ് ചെയ്യും. അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, എനർജി നമ്മൾ ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്ന അഡയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ എനർജി ആഡ് ചെയ്യാത്തത് കൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. ദ മോളിക്യൂൾസ് ആർ നോട്ട് റിസീവിങ് എനി എനർജി, ബട്ട് സിൻസ് ദ പ്രോസസ് ഈസ് എക്സ്പാൻഷൻ ടെമ്പറേച്ചർ കുറയും. അതുകൊണ്ടാണ് 2 to 3 ടെമ്പറേച്ചർ കുറയുന്നത്. Then 3 to 4 is compression process, which is again isothermal compression process. Isothermal ആയതുകൊണ്ട് കംപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ കൂടാനാണ് ചാൻസ്. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു 3 to 4. ഓക്കെ, അവിടെ നമുക്ക് ഹീറ്റ് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് എനർജി പുറത്തേക്ക് പോയി, അത് കാരണം എൻട്രോപ്പി കുറയും. ക്ലിയർ ആണോ? 3 to 4 is isothermal, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, എൻട്രോപ്പി കുറയും.
Then 4 to 1 is again compression, adiabatic compression, adiabatic cover വെച്ചിട്ട് ഇൻസുലേഷൻ വെച്ചിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെയുള്ള പ്രോസസ്സാണ് 4 to 1. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എന്തൊക്കെയായിരിക്കും? എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കും? അഡയബാറ്റിക് ആയതുകൊണ്ട് എൻട്രോപ്പി ചേഞ്ച് നടക്കുന്നില്ല, കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് എൻട്രോപ്പിക്ക് ചേഞ്ച് ഇല്ല. എപ്പോഴാണോ ഹീറ്റ് എക്സ്ചേഞ്ച് ഉള്ളത് അപ്പോഴാണ് എൻട്രോപ്പിക്ക് ചേഞ്ച് വരുന്നത്, അത് ഓർത്ത് വെച്ചേക്കാം. ദെൻ കംപ്രഷൻ പ്രോസസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നു, ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുന്നു, എഗെയിൻ പ്രഷറും കൂടുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്ന് കറക്റ്റായിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ അത് നോക്കി കണ്ട് വരച്ച് പഠിച്ച് അതിന്റെ പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ തലയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയിപ്പോൾ മറന്നു. അപ്പോൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാതെ പോകണം. ഈ രണ്ട് താഴെ ലൈൻസ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് വെച്ച് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. നമ്മൾ ഈ ലൈറ്റ് കളർ റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്, നെറ്റ് വർക്ക് ഡൺ. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? വർക്ക് ഡൺ ആയി. സോ ഏരിയ അണ്ടർ ദ കർവ് 1, 2, 3 is the work done by the gas during the expansion part of the cycle, and the area under the curve 3, 4, 1 is the work done on the gas during the compression part of the cycle. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസും ഓൺ ദ ഗ്യാസും അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് വർക്ക് ഡൺ കിട്ടും. ദാറ്റ് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ്. നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഏരിയ എൻക്ലോസ് ചെയ്തിരിക്കുന്നതാണ്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നെറ്റ് വർക്ക് ഡൺ. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത്രയും പോർഷനാണ് ഇവിടെ നിന്ന് ഈ താഴെ തൊട്ട് ഇവിടെ വരെയുള്ള പോർഷനിലാണ് നമുക്ക് 1 to 2 പ്രോസസ്സിൽ വരുന്ന വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. നമുക്ക് വർക്ക് ഡൺ ബൈ ഇത്രയും വരുന്നുണ്ട്, അതേയും നമുക്ക് ഡൺ ഓൺ ദ സിസ്റ്റം 3, 2 to 4 എന്ന് പറയുന്ന കംപ്രഷൻ അത് ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഈ ഷെയ്ഡഡ് ഏരിയ കിട്ടും. ദാറ്റ് ഈസ് എ നെറ്റ് വർക്ക് ഡൺ. സോ ഏരിയ അണ്ടർ ദ കർവ് 1, 2, 3, ഏരിയ അണ്ടർ ദ കർവ് 1, 2, 3, ഈ 1, 2, 3 എന്ന് പറയുന്ന ലൈനിന് താഴെയുള്ള ഏരിയ ആണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ. ദെൻ ഏരിയ അണ്ടർ ദ കർവ് 3, 4, 1, ഈ 3, 4, 1 എന്ന് പറയുന്ന ലൈനിന് താഴേക്കുള്ള പോർഷൻ ആണ് ഏരിയ അണ്ടർ ദ ലൈൻ 3, 4, 1. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു, അത് നമ്മൾ അങ്ങോട്ട് തന്നെ കൊടുക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നെറ്റ് വർക്ക് ഡൺ. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെയുള്ള കേസിലാണ് V3/V2 = V4/V1. V3/V2 = V4/V1. അത് ഇതിനകത്തുള്ള കേസിൽ വരുന്നതാണ്. V3/V2 ഇവിടുത്തെ വോളിയം ഡിവൈഡഡ് ബൈ ഈ വോളിയം ഇസ് ഈക്വൽ ടു V4/V1. ഓൾസോ V3/V4 = V2/V1. ഇത് രണ്ടും തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ V2 V1 തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ സെയിം ആണ്. അതുപോലെ തന്നെ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു P1 V1 log V2/V1. ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു P3 V3 ഇൻറ്റു ലോഗ് V3/V4. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് വേറെ ടെമ്പറേച്ചറിന്റെ കേസിലും പറയാം, MRT log V2 അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു P1 V1 log V2/V1 ഉം ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു P3 V3 log V3/V4 ഉം. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q in മൈനസ് Q ഔട്ട്. അതായത് അകത്തേക്ക് വരുന്ന ഹീറ്റ് മൈനസ് പുറത്തേക്ക് പോകുന്ന ഹീറ്റ് ആണ് നെറ്റ് വർക്ക് ഡൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നെറ്റ് വർക്ക് ഡണിന്റെ ഇക്വേഷൻ കിട്ടും. അതായത് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന എഫിഷ്യൻസി ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്, നെറ്റ് വർക്ക് ആണ്. വാട്ട് ഈസ് എഫിഷ്യൻസി? സോറി, 1 സെക്കൻഡ്. Efficiency is equal to output by input. ഇതെല്ലാം പ്രോസസ്സുകളായിരുന്നു, നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഓർമ്മ നിൽക്കുള്ളൂ. കുറേ ടേംസ് മാത്രമല്ല, അതിൻ്റെ കൂടെ പ്രോസസ്സും തന്നെയാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? Q in ആണ്. ഓക്കെ, അപ്പൊ അതാണ് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് Q in മൈനസ് Q ഔട്ട് ആണ്, ഡിവൈഡഡ് ബൈ Q in. That is equal to 1 minus Q out by Q in. ഇതാണ് ഇങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. അതാണ് നമുക്ക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് Q out by Q in എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വന്നത്. ദാറ്റ് ഈസ് Q in എന്ന് പറയുന്നത്, Q out എന്ന് പറയുന്നത് ലോവർ ഹീറ്റ് ആണ്. അതാണ് ഹീറ്റ് റിജക്റ്റഡ് QL എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് Q in, QH എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇക്വേഷൻ കിട്ടും. അതുകൂടാതെ നമുക്ക് ടെമ്പറേച്ചറിന്റെ കേസിൽ നമുക്ക് ക്യൂ ഇൻ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് സപ്ലൈഡ് എന്നുള്ള രീതിയിൽ പറയുന്ന MC T ആണ്. ഹീറ്റിന്റെ ഇക്വേഷൻ MC T, ഇത് നിങ്ങൾക്ക് അറിയത്തില്ല. സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ, സ്പെസിഫിക് ഹീറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന MC ഡെൽറ്റ T എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടില്ലേ? Q is equal to MC delta T എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ, ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് MC Q L എന്ന് പറയുമ്പോൾ എന്താണ്, QL is equal to MC TL, QH is equal to MC TH. ഇതിലാണ് 1 മൈനസ് TL/TH എന്നുള്ള രീതിയിൽ വന്നത്. ഓക്കെ, 1 മൈനസ് ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ ഇത് ഒരുപാട് ഇതായിട്ട് പോകണ്ട, കാരണം നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതിയാവും. ഈ ഒരു ഇക്വേഷൻ മാത്രമേ, അതായത് വർക്ക് നെറ്റ് ഇസ് ഈക്വൽ ടു Qin മൈനസ് Q ഔട്ട് കൊടുക്കുക, അതിനകത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇത്രയും മാത്രം മതി. നിങ്ങൾ ഓവറായിട്ട് അതിൽ ചിന്തിച്ച് കുളമാക്കണ്ട. അത്ര ഒരുപാട് ഡെപ്തിൽ നിങ്ങൾക്ക് ചോദിക്കത്തൊന്നുമില്ല. കൂടിപ്പോയാൽ അതിന്റെ ഡെറിവേഷൻ ചോദിക്കുമായിരിക്കും. ആ ഡെറിവേഷനിൽ ഇത് കാണിച്ചാൽ മാത്രം മതി, എഫിഷ്യൻസിയുടെയും വർക്ക് ഇൻപുട്ടിന്റെയും ഡെറിവേഷൻ. ക്ലിയർ ആണോ? ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇതൊക്കെ നോട്ട് ചെയ്തായിരുന്നോ? ഡയഗ്രാം ഒക്കെ വരച്ചില്ലേ? പ്രോസസ് ഒക്കെ എഴുതിയില്ലേ എല്ലാവരും? യെസ് സർ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഹീറ്റ് സപ്ലൈഡ്, ഹീറ്റ് റിജക്റ്റഡ്, വർക്ക് ഡൺ, തെർമൽ എഫിഷ്യൻസി. കാർനോട്ട് സൈക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡയഗ്രാം, PV ഡയഗ്രാം വരച്ച്, പ്രഷർ വോളിയം ഡയഗ്രാം വരച്ച്, ഇനി ഒരു TS ഡയഗ്രാം ആണ്, ആ TS ഡയഗ്രാം വരയ്ക്കണം. അത് കൂടാതെ ഈ ഒരു ഇക്വേഷൻ എഴുതണം. കാർനോട്ട് സൈക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാർനോട്ട് സൈക്കിൾ എന്ന് മെൻഷൻ ചെയ്തതിനു ശേഷം ഒരു essay ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ചോദിക്കത്തുള്ളൂ. വേറെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, അടുത്തിലേക്ക് പോവാം. ഓക്കെ ആണോ? ഇത് നോട്ട് ചെയ്തോ എല്ലാവരും? ഹലോ. യെസ് സർ. ഓക്കെ, നെക്സ്റ്റ് TS ഡയഗ്രാം ആണ്, ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി. നമ്മളിപ്പോ പറഞ്ഞത് പ്രഷർ വോളിയം ഡയഗ്രാം ആയിരുന്നു. കാർനോട്ട് സൈക്കിളിന്റെ പ്രഷർ വോളിയം ഡയഗ്രാം ആണ് നമ്മൾ പറഞ്ഞത്. പ്രഷറും വോളിയം തമ്മിലുള്ള വരുന്ന ആ ഡിഫറൻസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ടെമ്പറേച്ചർ എൻട്രോപ്പി വെച്ചിട്ട് നമ്മൾ ഐസോതെർമൽ പറഞ്ഞു അല്ലേ? 1 to 2 പ്രോസസ് നമ്മൾ എന്ത് പ്രോസസ് ആയിട്ടാണ് പറഞ്ഞത്? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നു വിചാരിക്കുന്നു. 1 to 2 ഈസ് ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് നോക്കുക, ടെമ്പറേച്ചർ എന്ത് തന്നെയാണ്? 1 to 2. നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വന്നു? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. TH എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പോയിന്റിലായാലും രണ്ടാമത്തെ പോയിന്റിലായാലും ടെമ്പറേച്ചർ ഇസ് TH itself. ദാറ്റ് ഈസ് ഐസോതെർമൽ. നമ്മൾ TS ഡയഗ്രാം ആണ് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് PV ഡയഗ്രാം. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആഡ് ചെയ്യുന്നു. ഹീറ്റ് ആഡ്, Qin, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ ആകുമ്പോൾ ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. ഹീറ്റ് ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു. ഇനി 2 to 3. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുന്നു? ദിസ് ഇസ് എൻട്രോപ്പി. ദിസ് ഇസ് S1, ദിസ് ഇസ് S2. എൻട്രോപ്പി എന്ത് സംഭവിച്ചു? ഹീറ്റ് ആഡ് ചെയ്തതുകൊണ്ട് എൻട്രോപ്പി S1 നിന്നും S2 എത്തി. അങ്ങനെയാണ് നമുക്ക് ഈ ഡയഗ്രാം കിട്ടുന്നത്. ഇനി 2 to 3 നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഫെമിലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും. 2 to 3 എന്ന് പറയുമ്പോൾ എന്താണ്? അഡയാബാറ്റിക് കവർ വെച്ചിട്ടുള്ള അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് 2 to 3. നമ്മൾ PV ഡയഗ്രത്തിൽ കണ്ടതാണ്. PV ഡയഗ്രത്തിന് പകരം വരയ്ക്കുന്നതാണ് TS ഡയഗ്രാം. PV ഡയഗ്രാം TS ഡയഗ്രാം രണ്ടും നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഇത് ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ആണ്. TS ഡയഗ്രത്തിനകത്ത് നമുക്ക് 2 to 3 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് എന്താണ്? നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അഡയാബാറ്റിക് കവർ വയ്ക്കുന്ന കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ഇല്ല. അവിടെ എൻട്രോപ്പി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലി താഴേക്ക് വന്നത്. 2 to 3 എൻട്രോപ്പി എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് S2 is equal to S3. S2 is equal to S3. S2ന്റെ വാല്യൂം S3ന്റെ വാല്യൂം സെയിം തന്നെയാണ്. അത് സെയിം പോയിന്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ TH നിന്നും TL വരും. ടെമ്പറേച്ചർ കുറയുന്നു. ക്ലിയർ ആണോ? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും 2 to 3. ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കുറഞ്ഞു.
ലോവർ ടെമ്പറേച്ചറിൽ വന്ന് എക്സ്പാൻഷൻ ആയതുകൊണ്ട്. ദെൻ 3 to 4. 3 to 4 is again adiabatic compression. Sorry, isothermal compression. Isothermal, adiabatic, again isothermal. Okay, isothermal compression ആണ്. Isothermal compression. അപ്പോൾ കംപ്രഷനിൽ നോർമലി ടെമ്പറേച്ചർ കൂടേണ്ടതാണ്. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയുള്ള പ്രോസസ്സാണ് ഐസോതെർമൽ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. സോ ക്യൂ ഔട്ട് 3 to 4 ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് 3 to 4 എന്ന് പറയുമ്പോൾ TL തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ TL തന്നെ ഉണ്ടാവും 3 to 4 പ്രോസസ്സിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റിമൂവ് ചെയ്യുന്ന കാരണം എൻട്രോപ്പി ഡിക്രീസസ് ഫ്രം S3 to S4, അതായത് ഒന്നാമത്തെ ഇതിലേക്ക് വരും. വേറെ S4 is equal to S1, രണ്ടും ചെയ്യുന്നതിന് വരും. അപ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്തു? എൻട്രോപ്പി എന്തുകൊണ്ടാണ് പറഞ്ഞ ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത്, ദാറ്റ് ഈസ് എനർജി റിമൂവ് ചെയ്തുകൊണ്ട് എൻട്രോപ്പി പറഞ്ഞു. പക്ഷേ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. 3ലും 4ലും സെയിം ടെമ്പറേച്ചർ തന്നെയാണ് വരുന്നത്. T3 is equal to T4 ഇത് വരും. ദാറ്റ് ഈസ് TL, ലോവർ ടെമ്പറേച്ചർ. ദെൻ അഗെയിൻ ലാസ്റ്റ് നമ്മൾ അഡയാബാറ്റിക് കംപ്രഷൻ ആണ്. അഡയാബാറ്റിക് കംപ്രഷനിൽ നമ്മൾ അഡയാബാറ്റിക് കവർ വയ്ക്കുന്നതുകൊണ്ട് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. നോ ഹീറ്റ് എക്സ്ചേഞ്ച് മീൻസ് വാട്ട്? എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് S1ഉം S4ഉം സെയിം എൻട്രോപ്പി തന്നെ വരും. അഡയാബാറ്റിക് കംപ്രഷൻ ആണ്. ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ കംപ്രഷൻ പ്രോസസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് PV ഡയഗ്രാം, TS ഡയഗ്രാം ഫോർ കാർനോട്ട് സൈക്കിൾ. ഈ രണ്ട് ഡയഗ്രവും നല്ല വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നല്ല രീതിയിൽ ആ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് പ്രധാനം. അത് കൂടാതെ നമ്മൾ ആ ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കണം. ഇത്രയും ഉള്ളൂ. കാർനോട്ട് സൈക്കിൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് വരച്ച് നോക്കുക, വരച്ച് നോക്കി പഠിക്കുക. കാർനോട്ട് സൈക്കിൾ വ്യക്തമായിട്ട് വരച്ച് പഠിക്കുക. അതിനകത്ത് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു, പ്രഷറിൽ എന്ത് സംഭവിക്കുന്നു, വോളിയത്തിൽ എന്ത് സംഭവിക്കുന്നു, എപ്പോഴാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പ്രോസസ്സിലും നമ്മൾ എടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. പിന്നീട് നമ്മളുടെ ആ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇതൊരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൈക്കിൾ അല്ല കാർനോട്ട് സൈക്കിൾ. കാരണം നമുക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണം. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ സ്ലോയിലായിരിക്കണം ആ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ദ പിസ്റ്റൺ ഹാസ് ടു മൂവ് വെരി സ്ലോലി. എന്തുകൊണ്ട് സ്ലോലി നടക്കണം? എന്നാൽ മാത്രമേ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്ന് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാരണം എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറയാനുള്ള ചാൻസ് ആണുള്ളത്. നമ്മൾ സ്ലോലി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി നടത്താൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അഡയാബാറ്റിക് ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ നടക്കണമെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യണം. അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് എ പ്രാക്ടിക്കലി പോസിബിൾ സൈക്കിൾ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വൈ കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് എ പ്രാക്ടിക്കലി പോസിബിൾ സൈക്കിൾ. ഇത്രയും പറഞ്ഞാൽ മതി. ഐസോതെർമൽ പ്രോസസ് വളരെ സ്ലോലി നടക്കണം. പിസ്റ്റൺ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അഡയാബാറ്റിക് പ്രോസസ്സ് പെട്ടെന്ന് നടക്കണം, വളരെ പെട്ടെന്ന് നടക്കണം. എന്നാൽ മാത്രമേ ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. അതായത് ഒന്ന് നമ്മൾ സ്ലോലിയും അഡയാബാറ്റിക് ഫാസ്റ്റ് ആയിട്ട് നടക്കണം, രണ്ടും ഒരുമിച്ച് നടക്കണം എന്നുള്ളത് സൈക്കിളിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാർനോട്ട് സൈക്കിളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേക്കുക. കേൾക്കാമോ? ഓക്കെ, റോൾ നമ്പർ 2 ഉണ്ടോ? 2 ആബ്സെന്റ്. 3 4 present, sir. ഓക്കെ, 5 ഇല്ലാത്തൊരു കമന്റ് ബോക്സിൽ ഇടാട്ടോ, പറയാൻ പറ്റാത്തൊരു വോയിസ് ഓൺ ചെയ്തിട്ട്. 5 ആബ്സെന്റ്. 6 7 8 9 ഉണ്ട്. ഓക്കെ, 10 Present, sir. 11 ഉണ്ടേ. 11 ആബ്സെന്റ്. സർ 11 ഉണ്ട്. 9ഉം 11ഉം പ്രസന്റ് ആണ്. 11 ഓക്കെ 12 present. 12 present. 13 present. ഓക്കെ, 14 ഓക്കെ, 14 16 17 18 19 20
Okay, 20. 20. Okay, 21. 21 chat box. Okay, 22. 22 absent. 23. 23. 23. 22. Okay, 22 ഉണ്ട്. 23. 24. 24. 25. 25. 26. 22. Okay, okay, okay. 26. 27. 27 absent. 28. 28. 29. Okay, 29 Adil. 30 Afrin. 40, 31. 31 Muhammad Amin. 32 Faiz. 33. 33. 34. 34. Okay, 35. 35. 36. 36. 37. 37. 38. 38. 39. 39 Pranav Mohan. Okay. 40. 40. 41. 41 absent. 42. 43. 44. 44. 45. 45 absent. 46. 46 absent. 47. Okay, 48. 48 ഉണ്ടോ? 48 absent. Absent is 2, 5, 11, 27, 41, 45, 46, 48. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? Sir, ഈ 11 numbers ആരെങ്കിലും present. ഓക്കെ 11 പറഞ്ഞായിരുന്നു ശരിയാ. ഓക്കെ, അപ്പോൾ 2, 5, 27, 41, 45, 46, 48. താങ്ക് യു. Thank you, sir. Thank you, sir. ഓക്കെ Thank you, sir. ഓക്കെ